അക്കിടി പറ്റിയ വികാരത്തിൽ ഓഹരി വിപണിയിലെ ചില്ലറ നിക്ഷേപകർ ട്രംപിന്റെ ഓരോരോ ചെയ്തികൾക്കൊത്ത് അവരുടെ നിക്ഷേപ മൂല്യം ചോരുന്നു. ഇറാന് കടുത്ത ശിക്ഷ കൊടുക്കാൻ പോകുന്നുവെന്ന് ട്രംപ് പറഞ്ഞ പാടെ ഇന്ത്യൻ ഓഹരി വിപണി സൂചിക ഇടിഞ്ഞത് 2%. വിദേശ നിക്ഷേപകരുടെ വിൽപ്പന തുടരുന്നു. കറൻസി വിപണിയിലെ ഊഹക്കച്ചവടം നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ചട്ടം കർക്കശമാക്കിയതോടെ ബാങ്ക് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം. ട്രംപ് താരിഫ് പേടിയിൽ ഫാർമ ഓഹരികൾക്ക് ഇടിവ്. ഇന്ധന പ്രതിസന്ധി മുറുകുമ്പോൾ ഈ മാസം 15 മുതൽ വർക്ക് ഫ്രം ഹോം നടപ്പാക്കി മലേഷ്യ. ജീവനക്കാരുടെ യാത്രാ ചെലവ് കുറയ്ക്കാൻ തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിച്ച് വിയറ്റ്നാം. ആഭ്യന്തര വിമാനങ്ങൾക്ക് ഫ്യുവൽ സർചാർജ് ഏർപ്പെടുത്തുന്ന കാര്യം ചൈനയുടെ പരിഗണനയിൽ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് 40 പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവ് പ്രഖ്യാപിച്ച് സർക്കാർ. ജൂൺ 30 വരെയാണ് ഇത്. ആഗോളതലത്തിൽ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള കമ്പനിയായി ഭാരതി എയർടെൽ. ആകെ ഉപയോക്താക്കൾ 65 കോടി. ഇന്ത്യയിലും 2ാം സ്ഥാനം. എന്തിനും ഏതിനും പണമിടപാട് മൊബൈൽ ഫോൺ വഴി. അതിനിടയിൽ UPI പണമിടപാട് മാർച്ചിൽ പുതിയ റെക്കോർഡിൽ 2264 കോടി ഇടപാടുകൾ. ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്ത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.